കർത്താവിൻ്റെ വലിയ നാമമഹത്വം വരട്ടെ. കൃത്യം 6:30 തന്നെ പ്രദക്ഷിണം ഇറങ്ങണമെന്ന് ഉള്ളത് കൊണ്ട് നിങ്ങളാരും വാച്ചിലേക്ക് നോക്കണ്ട, പെട്ടെന്ന് തന്നെ പ്രസംഗം തീരുന്നതായിരിക്കും. ഇത്രയും സ്നേഹ ബഹുമാനമുള്ള വികാരിയച്ഛൻ, മറ്റ് സ്നേഹമുള്ള വൈദ്യസിസ്റ്ററി, വിശ്വാസികളുടെ സമൂഹമേ, ഈ ദേവാലയം പരിശുദ്ധമായ സഭയ്ക്ക് ഒരു അഭിമാനമാണ്. കാരണം ഞാൻ ആയിരിക്കുന്നത് പെരുവ സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ്. പെരുവ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കോട്ടയം ചെല്ലണം, നമ്മുടെ പള്ളിയിൽ കാണാനെന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിന് ഒരു മാറ്റം കുറിച്ചുകൊണ്ട് അടുത്ത് തന്നെ നമ്മുടെ ഒരു ദേവാലയം ഇത്ര മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളത് അച്ഛനെ അഭിനന്ദിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. മുട്ടിയറ ആയതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടാവുകയില്ല എന്നോർത്താണ് ഞാൻ വന്നത്. കാരണം എന്തും പ്രസംഗിക്കാറില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അച്ഛന്മാരും ആൾക്കാരും ഒക്കെ എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. ഏതാണ്ട് 3 വർഷവും 10 മാസവും പിറവങ്കാർ എന്നെ സഹിച്ചതാണ്, ഇഷ്ടപ്രസംഗം കേട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒരു പുതുമുഖമല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എന്ത് പറയും എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത ഇല്ലാതെയും ഇല്ല. പരിശുദ്ധനായ അന്ത്രയോസ് ശ്ലീഹായുടെ ഓർമ്മ ദിനമാണ് നാളെ നവംബർ മാസം 30-ാം തീയതി. തൻ്റെ അപേക്ഷ പ്രകാരം എക്സ് ആകൃതിയിലുള്ള കുരിശിൽ അദ്ദേഹത്തെ ക്രൂശിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അത് അന്ത്രയോസിൻ്റെ കുരിശ് എന്ന് തന്നെയാണ് ആ എക്സ് ആകൃതിയിലെ കുരിശിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അന്ത്രയോസ് ശ്ലീഹ മീൻപിടുത്തക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാരുടെ പരിശുദ്ധൻ എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഗലിലക്കടലിനടുത്തുള്ള ബെത്സൈദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കർത്താവിൻ്റെ പത്രോസ് അപ്പോസ്തലൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു പരിശുദ്ധനായ അന്ത്രയോസ് ശ്ലീഹ. അന്ത്രയോസ് എന്ന വാക്കിന് അർത്ഥം ശക്തിമാൻ, സ്ട്രോങ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അതിൻ്റെ പേരിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. യേശുവിനോട് ഏറ്റവും അടുപ്പമുള്ള ശ്ലീഹന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ് ശ്ലീഹ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വന്നുകൊള്ളാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും ഇപ്പോൾ ഉള്ള ഗ്രീസ്, തുർക്കി പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശുശ്രൂഷ എന്ന കാര്യവും നിങ്ങൾക്കിതെല്ലാം നെറ്റ് നോക്കിയാൽ കിട്ടും. ഞാൻ വലിയ അഭ്യസ്തവിദ്യനായതുകൊണ്ടൊന്നുമല്ല. ഫോണെടുത്തിട്ട് ഗൂഗിളിലെടുത്തിട്ട് അന്ത്രയോസ് ശ്ലീഹ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പാട്ടുകാരുടെ മധ്യസ്ഥൻ എന്നും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇന്ന് വായിച്ചു കേട്ടതായ പരിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം. അതിൻ്റെ 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തി. ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും ആദ്യഭാഗത്ത് തന്നെ അദ്ദേഹം ഉണ്ടായെങ്കിലും ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ് അന്ത്രയോസ് ശ്ലീഹായെ നാം കാണുന്നത്. പലതരത്തിലാണ് യേശുക്രിസ്തു അന്ത്രയോസ് ശ്ലീഹായെ തേടിപ്പിടിക്കുന്നതിനെ കുറിച്ച് ഓരോ സുവിശേഷകന്മാരും പല തലങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ ഈ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ശ്ലീഹന്മാരെ 12 പേരെ പേര് ചൊല്ലി വിളിച്ചു എന്ന് പറയുന്ന ഭാഗത്താണ് അന്ത്രയോസ് ശ്ലീഹായെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിലൊക്കെയും പത്രോസും അന്ത്രയോസും കൂടി മീൻ പിടിക്കുന്ന സമയത്ത് യേശുക്രിസ്തു അവിടെ വന്ന് അവരെ കണ്ടു. അവരെ വിളിച്ച് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവർ വല ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്നാണ് അവരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിസ്സാര കാര്യമല്ല. ഒരു പരിചയമല്ലാത്ത മനുഷ്യൻ പിടിക്കുമ്പോൾ തന്നെ അതുവരെയുള്ള ജീവിതമാർഗമാകുന്ന വല ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് അതൊരു തീരുമാനമാണ്.
ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. പ്രസിദ്ധനായ മർക്കോസ് സുവിശേഷകൻ അതിന് 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവിടെയും ഇതുതന്നെ ശിമോനും അവരുടെ സഹോദരനായ അന്ത്രയോസും കൂടി നിൽക്കുമ്പോൾ അവരെ വിളിച്ച് വേർതിരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു രീതിയിലാണ്. യോഹന്നാൻ സ്നാപകൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അന്ത്രയോസ് ശ്ലീഹ അത് കണ്ടിട്ട് തൻ്റെ സഹോദരനായ പത്രോസിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ താൻ കണ്ടെത്തിയപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കല്ലേ, വേഗം അവസാനിപ്പിക്കും, ഇവിടെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിനെ താൻ കണ്ടെത്തിയപ്പോൾ തൻ്റെ ഇളയ സഹോദരനായ പത്രോസിനെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കാലമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ട്? നമ്മൾ പള്ളിയിൽ പോകുന്നവരും കൺവെൻഷന് പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ്. യഹോവയായ ദൈവം കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അന്ത്രയോസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തന്നെ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇളയ സഹോദരനെ കൊണ്ടുവരികയാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ട്. നിങ്ങൾ പറയും, എൻ്റെ പൊന്നച്ഛ, ഞങ്ങൾ തന്നെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട സഹോദരന്മാരെയും കൂടെ എന്ന് പറഞ്ഞതുപോലെ ഒരു ഉത്തരവാദിത്വം, ഒരു മാതൃക കാണിച്ചു തരികയാണ് അന്ത്രയോസ്. അന്ത്രയോസ് ശ്ലീഹ വലിയ അറിയപ്പെടുന്ന ശ്ലീഹായൊന്നും അല്ല ആയിരുന്നെങ്കിലും വളരെ ക്വാളിറ്റീസ് അന്ത്രയോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു. സാമൂഹികമായ പ്രതിബദ്ധത വളരെ, അങ്ങനെയുള്ള സ്കിൽസ്, കഴിവുകൾ ഏറെ ഉണ്ടായിരുന്നുവെന്നാണ് അന്ത്രയോസ് ശ്ലീഹായെ കുറിച്ച് പറയുന്നത്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് അത് പറയുമ്പോൾ മനസ്സിലാകും. ഒന്ന്, നമുക്ക് വെച്ചു പോകുന്ന മാതൃക, തൻ്റെ സഹോദരനെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ചു. താൻ കണ്ടെത്തിയ സത്യത്തെ തൻ്റെ സഹോദരനുമായി പങ്കുവെച്ചു, അവനെ ചേർത്ത് പിടിച്ചു എന്ന് ഉള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത് ശുദ്ധമുള്ള യോഹന്നാൻ അതിൻ്റെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വലിയ കൺവെൻഷൻ നടക്കുകയാണ്. ഏതാണ്ട് 5000 വരുന്ന പുരുഷന്മാരും അതിനൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും വരുന്ന 3 ദിവസമായിട്ട് ഈ കൺവെൻഷൻ കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ശ്രീഹന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഇത് വിജന പ്രദേശമാണ്, ഇവിടെ എങ്ങും അടുത്ത് ഭക്ഷണം കിട്ടത്തില്ല, 3 ദിവസമായി ഇവരിവിടെ ഉണ്ട്, ഇവരിപ്പോൾ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പോകുന്ന വഴിക്ക് കുഴഞ്ഞു വീഴും. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷിപ്പാനായിട്ട് കൊടുപ്പീൻ. അവർ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ചാണല്ലോ ഇവർ, ഇല്ലേ? നമ്മൾ കൺവെൻഷൻ നടത്താനും പ്രാസംഗികരെ വിളിക്കാനും ക്രമീകരിക്കാനും ഒക്കെ എളുപ്പമാണ്, ഞാൻ പലപ്പോഴും പറയാറുള്ള. പക്ഷേ ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൽ എല്ലാവർക്കും പോകാൻ വണ്ടിയുണ്ടോ, വീട്ടിൽ പോകാൻ വണ്ടിക്കൂലിയുണ്ടോ, സാഹചര്യമുണ്ടോ, ഇവരെത്രയും ദൂരം നിന്നാണ് വന്നിരിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നിങ്ങൾ തന്നെ ഇവർക്ക് ഒരു കരുതൽ കർത്താവ് കാണിച്ചു തരിക. അപ്പോൾ ഈ യോഹന്നാൻ, ഈ അന്ത്രയോസ് ശ്ലീഹ ഓടി വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ആകപ്പെട്ട ടെൻഷനായി, എന്ത് ചെയ്യും, എവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും? അപ്പോൾ അന്ത്രയോസ് ശ്ലീഹ ഓടി വന്നിട്ട് പറയുക, കർത്താവ്, ഇതാ ഇവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അന്ത്രയോസ് ശ്ലീഹ ഇത് കണ്ടുപിടിച്ചതെന്ന്. ഇല്ലേ, നമ്മളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കാണിക്കുമോ? പിള്ളേരൊക്കെ ആണെങ്കിൽ അവൻ്റെ അമ്മ പറഞ്ഞു കാണും, എടാ മോനെ, യേശുക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഒരു 3 ദിവസം ഒക്കെ ഉണ്ടാവും, നീ കയ്യിൽ കരുതിക്കോ. ചിലപ്പോൾ പറഞ്ഞു കേട്ടോ, നീ ആരെയും കാണിക്കണ്ട, കാരണം ഒത്തിരി പേരുണ്ടാവും, നിനക്ക് വിശക്കുമല്ലോ, അമ്മ മോനെ കരുതി കാണും. പക്ഷേ അന്ത്രയോസ് ശ്ലീഹ അത് കണ്ടുപിടിച്ചെന്നുള്ളതാണ്. ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണ പാഠവും ഉണ്ടായിരുന്നു. നമുക്കെല്ലാം വളരെ വിജിലൻ്റായിരുന്നു. വരാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം സംഭവിക്കാമെന്ന മുൻകൂട്ടി കണ്ട് അതിനെ ക്രമീകരിക്കാനുള്ള ഒരു ആർജവം, ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. കർത്തൃശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു ജാഗ്രത. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് നിർത്തി അവസാനിപ്പിക്കുകയാണ്. ഉണ്ടായിരുന്നു. 2, അത് പറയുവാനുള്ള ഒരു അടുപ്പം
യേശു ക്രിസ്തുവുമായിട്ട് അന്ത്രയോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം, നുറുക്കി എല്ലാവരും തൃപ്തരായി കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അന്ത്രയോസ് ശ്ലീഹ ഒന്ന്, തൻ്റെ സഹോദരനെ യേശു ക്രിസ്തുവിനോട് ചേർത്ത് പിടിച്ചു. രണ്ട്, സാമൂഹികമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു. മൂന്ന്, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നു എന്ന് പറയുന്നു. വളരെ അടുപ്പം ഉണ്ടായിരുന്നു അന്ത്രയോസ് ശ്ലീഹയ്ക്ക്. AD 60 അന്ത്രയോസ് ശ്ലീഹ മരിക്കുന്നത്. എക്സാഗതിലുള്ള കുരിശിൽ, ഇവിടെ കാണാം കുരിശിൽ അന്ത്രയോസിൻ്റെ കുരിശ് എന്ന് പറഞ്ഞാൽ അതിനെ ക്രൂക്സ് ഡിക്കുസ്റ്റ എന്നും പറയുന്നുണ്ട്. അന്ത്രയോസിൻ്റെ കുരിശ് എന്നും അതിനറിയപ്പെടുന്നു. കുരിശിലറിയപ്പെട്ട AD 60 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ അപേക്ഷപ്രകാരം കുരിശ് തറച്ച് മരിച്ചു, കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കടന്നു പോകുമ്പോൾ പരിശുദ്ധനായ അന്ത്രയോസ് ശ്ലീഹ ആരെ കണ്ടു നിന്നോ അവരിൽ വിശ്വാസം അർപ്പിച്ചു. അവസാനം വരെയും വിശ്വാസം കാത്തു അവന് വേണ്ടി മരിക്കുവാനും തയ്യാറായിരുന്നു. ഇന്ന് അനേക ആളുകൾ യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ കൊല്ലപ്പെടുമ്പോൾ തള്ളിപ്പറയാതെ കഴുത്ത് വെച്ച് കൊടുക്കുമ്പോൾ, നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന വീണ്ടും വരുന്ന യേശുക്രിസ്തുവിനുള്ള നമ്മുടെ സ്നേഹം, കഴുത്ത് വെച്ച് കൊടുക്കുവാൻ ഉള്ള സ്നേഹം, വിശ്വാസത്തിൻ്റെ തീഷ്ണത എത്രമാത്രം ഉണ്ട് എന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കി ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ, അനേകരുടെ മുൻപിൽ യേശുക്രിസ്തു സാക്ഷിക്കുന്നവരായി മാറുവാൻ, അവന് വേണ്ടി മരിക്കുവാനും തയ്യാറാകുവാൻ ഈ ദിവസം മുഖാന്തരമായി തീരട്ടെ. പരിശുദ്ധ മധ്യസ്ഥത നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായിക്കട്ടെ. എന്നെ ക്ഷണിച്ച എത്രയും ബഹുമാനപ്പെട്ട അച്ഛനോട്, ഈ പള്ളിയുടെ പ്രവർത്തകരോട്, സമയവാസികളോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിക്കുന്ന അച്ഛന്മാരുണ്ട്, പുറത്ത് എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ച് കൊണ്ടുനടന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സ്നേഹത്തോടെ ഓർക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അഭയപ്പെടുകയും ചെയ്യും. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പെരുന്നാളിൻ്റെ ആശംസകളും നേരും ദൈവമായി കർത്താവ് നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.